അല്ലാഹു എന്തിനെ പേടിക്കുന്നത്? ദാരിദ്ര്യത്തെ പേടിയാണോ? ഒന്നും പേടിക്കണ്ട. അതിനൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എന്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ള ഒരു എബിലിറ്റി എന്തായി പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എന്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്തു നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 രൂപയും കൊണ്ട് തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മള്, അല്ലേ? വേണ്ടാന്ന് പറയാ ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങുകയും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എന്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ എന്റെ പെൺമക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട്. അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എന്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്.